സാഹചര്യങ്ങളെല്ലാം നമുക്ക് വിപരീതമാണ്. All our situations are against us. എല്ലായിടവും മരുഭൂമിയാണ്. Everywhere is desert. കുടുംബത്തിനകത്ത് മരുഭൂമിയുടെ അവസ്ഥ. The desert is in a family. നമ്മൾ താമസിക്കുന്ന പ്രദേശത്തെ മരുഭൂമിയുടെ അവസ്ഥ. We can find desert in where we are residing. നമ്മുടെ കർത്താവ് ഇന്നും ജീവിക്കുന്ന ദൈവമാണ്. Our God is still alive. അതുകൊണ്ട് അത്ഭുതങ്ങൾക്ക് ഇന്നും ക്ഷാമമില്ല. Therefore there is no scarcity for any miracle in our life. പക്ഷെ ദൈവത്താൽ അത് സാധ്യം. But through God it is possible. നമ്മുടെ കർത്താവിനെ കൊണ്ട് അസാധ്യമായിട്ടൊന്നുമില്ല. There is nothing impossible for us. Praise the Lord. എല്ലാവർക്കും ഷാലോം മന്നയിലേക്ക് സ്വാഗതം. Praise the Lord. We welcome all of you to Shalom Manna. ഇത് നമുക്ക് ഒരുമിച്ച് ദൈവവചനം പഠിക്കാൻ ദൈവം ഇങ്ങനൊരു ഭാഗ്യം ഒരുക്കിയിരിക്കുകയാണ്. God has provided a great time for us to learn His scriptures. ദൈവം നമുക്ക് തന്ന ഒരു പദവിയായി ഭാഗ്യമായി ഇതിനെ ദൈവമക്കൾ കാണണം. We should see it as a great chance given by God. കർത്താവ് നമുക്ക് തരുന്ന അവസരങ്ങൾ പലപ്പോഴും നമുക്ക് അതിനെക്കുറിച്ച് അറിയത്തില്ലെങ്കിലും ദൈവത്തിന് എന്തോ ഉദ്ദേശം അതിനെക്കുറിച്ച് ഉണ്ട്. We may not understand the importance of many opportunities that God gives to us, but God knows the importance behind those opportunities. കാരണം കർത്താവ് പലപ്പോഴും നമുക്ക് വേണ്ടിയിട്ട് എന്തൊക്കെയോ പ്ലാൻ ചെയ്തിരിക്കുകയാണ്. Because God has planned something different for us. ഒരുപക്ഷെ ഇന്ന് ഈ സന്ദേശം നിങ്ങളെ കേൾപ്പിച്ചതിന് ശേഷം എന്തോ ചില അനുഗ്രഹം ദൈവം നിങ്ങൾക്ക് തരാൻ ഉദ്ദേശിക്കുന്നു. Sometimes He is planning to bless you after today's TV program. വചനം കേൾക്കാൻ നിങ്ങൾ എല്ലാവരും തയ്യാറാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. We believe that you are ready to hear the word of God. നമുക്ക് സന്ദേശത്തിലേക്ക് പോകാം. Let us go to the word of God. വിശുദ്ധ മർക്കോസ് സുവിശേഷം ഈ 8-ാം അധ്യായം അതിന്റെ 4-ാം വചനം ഇപ്രകാരം പഠിപ്പിക്കുന്നു. Mark chapter 8 verse 4 says that അതിനവന്റെ ശിഷ്യന്മാർ ഇവർക്കിവിടെ മരുഭൂമിയിൽ അപ്പം കൊടുത്ത് തൃപ്തി വരുത്തുവാൻ എങ്ങനെ കഴിയും എന്ന് ഉത്തരം പറഞ്ഞു. And his disciples answered him, when shall one be able to fill these men with bread here in desert place? ഈ മരുഭൂമിയിൽ എങ്ങനെയാണ് അപ്പം കൊടുത്ത് തൃപ്തി വരുത്തുന്നത്? They were wondering that how the people will be satisfied by getting enough food in this desert. വളരെ ചിന്തിക്കത്തക്ക ഒരു ഭാഗമാണ് നമ്മളിവിടെ ധ്യാനിച്ചിരിക്കുന്നത്. It has a lot to think for a minute. സാഹചര്യം മരുഭൂമിയാണ്. The situation is a desert. അവിടെ സമൃദ്ധിയായിട്ടുള്ള ഭക്ഷണം വേണം. But they need a very good feast. ഇതാണ് അവരുടെ ആവശ്യം. That was their need. പക്ഷെ എങ്ങനെ സാധ്യം? But how is it possible? ശിഷ്യന്മാർ ചോദിച്ചതിന് അർത്ഥമുണ്ട്. ഈ മരുഭൂമിയിൽ എങ്ങനെ അപ്പം കൊടുത്ത് തൃപ്തിയാക്കാൻ കഴിയും? The question that was asked by the disciples made sense that how the people will be fed. ഈ കാലഘട്ടത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സബ്ജക്റ്റാണ് ഈ മരുഭൂമിയിൽ എങ്ങനെ അപ്പം കൊടുത്ത് തൃപ്തികരിക്കും. In this time it has a very value to hear this message that how people will be fed in this desert. സാഹചര്യങ്ങളെല്ലാം നമുക്ക് വിപരീതമാണ്. All our situations are against us. എല്ലായിടവും മരുഭൂമിയാണ്. Everywhere is desert. കുടുംബത്തിനകത്ത് മരുഭൂമിയുടെ അവസ്ഥ. The desert is in a family. നമ്മൾ താമസിക്കുന്ന പ്രദേശത്തെ മരുഭൂമിയുടെ അവസ്ഥ. We can find desert in where we are residing. നമ്മുടെ സംസ്ഥാനത്ത് മരുഭൂമിയുടെ അവസ്ഥ. Our state is experiencing a desert. നമ്മുടെ ലോകത്തിൽ മുഴുവനും മരുഭൂമിയുടെ അവസ്ഥ. The world is experiencing desert. പ്രകൃതിയെ നോക്കുമ്പോൾ അവിടെയും മരുഭൂമി മാത്രം. When we look to the nature, there also we can see a situation of നമ്മുടെ desert. സാമ്പത്തിക സ്ഥിതി നോക്കുമ്പോൾ അതും മരുഭൂമിയുടെ അവസ്ഥ. When we look to our economic conditions, we can see that a desert in that നമ്മുടെ situation. തൊഴിൽ മേഖല നോക്കുമ്പോൾ അവിടെയും മരുഭൂമിയുടെ അവസ്ഥ. When we look to our employment regions, we can also find desert there. നമ്മളെ സഹായിക്കാമെന്ന് പറഞ്ഞ സ്ഥലത്തും മരുഭൂമിയുടെ അവസ്ഥ. Wherever people promised us that they will help, we can see a desert right now. ഈ സാഹചര്യത്തിൽ എങ്ങനെ തൃപ്തി ഉണ്ടാകും? How can we be satisfied in such a situation? പക്ഷെ ദൈവത്താൽ അത് സാധ്യം. But through God, it is possible. നമ്മുടെ കർത്താവിനെ കൊണ്ട് അസാധ്യമായിട്ടൊന്നുമില്ല. There is nothing impossible for our God. കാരണം കർത്താവ് ആ മരുഭൂമിയിൽ ഇവിടെ ഒരു കൂട്ടം പേരെ തൃപ്തിപ്പെടുത്തി. Because on those time, God could satisfy a lot of people who were in the desert. 5 അപ്പവും 2 മീനും കൊണ്ട് 5000-ത്തിലധികം വരുന്ന പുരുഷാരത്തെയും ഒപ്പമുണ്ടായിരുന്ന സ്ത്രീകളെയും തൃപ്തിപ്പെടുത്തിയത് നമുക്ക് എല്ലാവർക്കും അറിയാം. God could satisfy around 5,000 men and their family with just
5 pieces of bread. അത് ദൈവത്തെ കൊണ്ട് മാത്രം കഴിയുന്ന ഒന്നാണ്. It is only possible through God. അത് ദൈവത്തിന്റെ ഒരു അത്ഭുത പ്രവൃത്തിയാണ്. It is a wonder by God. അത്ഭുതം നിന്നു പോയിട്ടില്ല. Miracle hasn't stopped. യേശു ജീവിക്കുന്നിടത്തോളം അത്ഭുതം സംഭവിച്ചുകൊണ്ടേയിരിക്കും. As God is existing and He is alive, and the miracles will be there. നമ്മുടെ കർത്താവ് ഇന്നും ജീവിക്കുന്ന ദൈവമാണ്. Our God is still alive. അതുകൊണ്ട് അത്ഭുതങ്ങൾക്ക് ഇന്നും ക്ഷാമമില്ല. Therefore, there is no scarcity for any miracle in our life. അവിടെ ദൈവവചനം കേൾക്കുവാൻ ഒരു കൂട്ടം വ്യക്തികൾ കടന്നു വരികയാണ്. There we can see a lot of people are coming to hear the word of God. ഒരു സാധാരണ ഉപദേശി പ്രസംഗിച്ച പ്രസംഗമല്ല അവിടെ കേൾക്കുന്നത്. They are not hearing just the word of God or an advice given by a little preacher. ലോകരക്ഷിതാവായിരിക്കുന്ന ക്രിസ്തുവാണ് അവിടെ പ്രസംഗിക്കുന്നത്. But they could hear the word of God from the Savior of our world. വായിൽ നിന്ന് വരുന്ന ഓരോ വാക്കുകളും അത്രത്തോളം ലാവണ്യം നിറഞ്ഞതായിരുന്നു. Everything that Jesus spoke felt very sweet to those who were there. തേനിനേക്കാളും മധുരമേറിയ ആ ലാവണ്യ വാക്കുകളുടെ മധ്യത്തിൽ എല്ലാവരും വിശപ്പ് മറന്നുപോയി. The people forget about their hungriness when they heard the word of God, which was very sweeter than the honey. ദൈവവചനത്താൽ അവരുടെ വിശപ്പെല്ലാം മാറിപ്പോയി. With the word of God, they lost their hungriness. അവർ ദൈവവചനത്താൽ സമയം നോക്കാൻ മറന്നുപോയി. They forget to look at the time because of the word of God. തിരികെ പോകുന്നതിനെ കുറിച്ച് അവർ മറന്നുപോയി. They forget about getting back to home. അവർ വീട്ടിൽ നിന്ന് അപ്പം എടുക്കാനും മറന്നുപോയി. They also forget to take bread from home. ദൈവവചനത്താൽ അവർ സുഭിക്ഷമായി. They were satisfied by the word of God. പക്ഷേ സന്ദേശം തീർന്നപ്പോൾ But when the word of God came to an end, ശിഷ്യന്മാർ പറഞ്ഞു, ഇവർക്ക് വിശപ്പുണ്ട്, ഇവർക്ക് തിരികെ വീട്ടിൽ പോകണം, സമയം വളരെ വൈകി, ഇത് മരുഭൂമിയാണ്, നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? disciples said that it has already become a late time and these people has to go back to their home and it's a desert. What can we do? ആ സമയത്ത് യേശു തിരിച്ചു ചോദിച്ചു, നിങ്ങളുടെ കയ്യിൽ എന്തുണ്ട്? At that time Jesus asked back to them that what do you have with you? ഉള്ളതുള്ളതുപോലെ അവർ പറഞ്ഞു. They said that what they had. 5 അപ്പവും 2 മീനും മാത്രം. They said that just have 5 loaves of bread and 2 pieces of fish. ഒരു കുഞ്ഞ് അവൻ്റെ ടിഫിൻ ബോക്സിനകത്ത് 5 അപ്പവും 2 മീനും കൊണ്ടുവന്നിട്ടുണ്ട്. A child brought 5 loaves of bread and 2 fish in his tiffin box. യേശു പറഞ്ഞു, അതെൻ്റെ കയ്യിൽ തരിക. Jesus said that, give that to me. ആരും സംശയിച്ചില്ല, ആരും തടസ്സപ്പെട്ടില്ല. യേശു കർത്താവിൻ്റെ കയ്യിൽ ഉള്ളത് സമർപ്പിച്ചു. Nobody was doubtful, nobody was confused. They gave those 5 loaves of bread and fish to the hands of Jesus. കർത്താവ് അതിനെടുത്ത് വാഴ്ത്തി. Jesus blessed that 5 loaves of bread and 2 fish. അതിനെ വിളമ്പാൻ പറഞ്ഞു. And he asked to serve them. നേരത്തെ ഉണ്ടായിരുന്ന അപ്പവും മീനും അല്ല ഇപ്പോഴുള്ളത്. The amount of breads and fish is not like that it was before. യേശു അനുഗ്രഹിച്ച അപ്പവും മീനും അത്രേ. Now this bread is a blessed bread of God. ആകിയാൽ അവർ വിളമ്പാൻ തുടങ്ങി. Therefore they started to serve. വിളമ്പുന്നതനുസരിച്ച് അപ്പവും മീനും വർദ്ധിക്കാൻ തുടങ്ങി. As they were serving, the bread and fish started to multiply. കൊടുക്കുന്ന അനുസരിച്ച് അത് വർദ്ധിക്കുവാൻ തുടങ്ങി. As they were giving, it was multiplied. അവർ കഴിക്കുന്ന അനുസരിച്ച് അത് വർദ്ധിക്കാൻ തുടങ്ങി. As they were eating, it started to multiply. എല്ലാവരും കഴിച്ചു, തൃപ്തിയായി. Everybody became satisfied after having that bread and fish. 12 കുട്ട ശേഷിപ്പും അധികമെടുത്തു. At last, they could take 12 baskets of remains. ആ 12 കുട്ട അവർ മാറ്റിവെച്ചു. എല്ലാവരും തൃപ്തിയോടെ കഴിക്കുകയും ചെയ്തു. They kept back those 12 baskets of remain and they ate and satisfied. ആകിയാൽ കണ്ടവരും കേട്ടവർ എല്ലാവർക്കും അതിശയമായി. Everybody, those who were seeing and hearing about this stuff, became very happy. യേശു രോഗികളെ സൗഖ്യമാക്കുക മാത്രമല്ല ചെയ്യുന്നത്. Jesus is not a person who just healed the sick. യേശു കർത്താവ്
ഓരോരുത്തരുടെയും ആവശ്യങ്ങളെയും അറിഞ്ഞ് പ്രവർത്തിക്കുന്നവനാണ്. Jesus is a person who works according to the need of his children. നിങ്ങൾ അവനെ ഒരു ഡോക്ടറായി മാത്രമല്ല കാണേണ്ടത്. You are not supposed to see Jesus as just as a doctor. നിങ്ങളുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് പ്രവർത്തിക്കുന്നവനാണ് യേശു. You should start seeing him as a person who works according to your need. ഒരുപക്ഷെ നിങ്ങൾ ക്ഷാമകാലത്തിലായിരിക്കാം. Sometimes you may be in a scarcity. അപ്പം എങ്ങനെ വിളമ്പി എത്തിക്കും എന്ന് നിങ്ങൾ ചിന്തിക്കുന്ന സമയങ്ങളായിരിക്കാം. You may be confused about how we can serve the bread. ഓരോ ദിവസവും എങ്ങനെ തള്ളി നീക്കും എന്ന് നിങ്ങൾ ചിന്തിക്കുന്ന സമയങ്ങളായിരിക്കാം. How to pass every day. എൻ്റെ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസം എങ്ങനെ പൂർത്തിയാക്കാൻ കഴിയുമെന്ന് ചിന്തിക്കുന്ന സാഹചര്യങ്ങളായിരിക്കാം. You may be thinking that how I can fulfill the education of my children. എങ്ങനെ എൻ്റെ ഭവനത്തിന്റെ പണി പൂർത്തീകരിക്കാൻ കഴിയുമെന്ന് ചിന്തിക്കുന്ന സമയങ്ങളായിരിക്കാം. You may be doubting that how can I complete the work of my house. ആ വിവാഹം എങ്ങനെ നടത്തി കൊടുക്കാൻ കഴിയുമെന്ന് ചിന്തിക്കുന്ന സമയങ്ങളായിരിക്കാം. You may be very confused about how to arrange the marriage. എൻ്റെ കടബാധ്യതകൾ എങ്ങനെ എനിക്ക് തീർക്കാൻ കഴിയുമെന്ന് ചിന്തിക്കുന്ന സമയങ്ങളായിരിക്കാം. May be doubtful about how to give a full stop to my debts. ആകയാൽ യേശു കർത്താവിന്റെ കയ്യിൽ ഉള്ളത് കൊടുക്കാൻ നിങ്ങൾക്ക് മനസ്സുണ്ട് എങ്കിൽ, Therefore, if you have a mentality to give to God what you have, ഒരുപക്ഷെ അല്പസമയമായിരിക്കാം നിങ്ങൾക്കുള്ളത്, അത് കർത്താവിന്റെ കരങ്ങളിൽ കൊടുക്കുക. sometimes you may have just a little time, but can you give that small piece of time? നിങ്ങളുടെ കയ്യിൽ ഒരു അല്പം സ്തോത്ര കാഴ്ചയായിരിക്കാം ഉള്ളത്, അത് കർത്താവിന്റെ കയ്യിലേക്ക് കൊടുക്കാൻ മനസ്സുള്ളവരായിരിക്കും. Sometimes you may only have a little amount of offering, but can you give that offering to God? യേശു കർത്താവിന്റെ കയ്യിൽ നിങ്ങൾക്കുള്ള സമയം സാഹചര്യം നിങ്ങൾ കൊടുക്കാൻ മനസ്സുണ്ട് എങ്കിൽ, If you have a good mind to give the time and situation what you have to God, ദൈവം അതിനെ വാഴ്ത്തി നിനക്ക് തിരിച്ചു നൽകും. God will bless and give it back to yourself. കർത്താവ് നിന്നെ അനുഗ്രഹിക്കാനാണ് ചിലത് നീ കർത്താവിന്റെ കയ്യിൽ കൊടുക്കേണ്ടത്. You should give to God something to get it blessed. ഈ ക്ഷാമകാലത്ത് എങ്ങനെ ഞാൻ 5 അപ്പവും 2 മീനും യേശുവിന് കൊടുക്കുമെന്ന് നീ ചിന്തിക്കരുത്. Don't start thinking that how can I give this 5 pieces of bread in this scarce time. എൻ്റെ കയ്യിൽ ഇത്രയേ ഉള്ളൂ, എൻ്റെ ദൈവം അതിനെ അനുഗ്രഹിച്ചാൽ അത് വർദ്ധിക്കുമെന്ന് നീ വിശ്വസിക്കണം. I just have a little, but you have to start thinking that if I give this little thing to God, God can multiply it. നിന്റെ ചെറിയ ബിസിനസ്സിനെ നീ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കാൻ മനസ്സുള്ളവനായിരിക്കണം. You should have a good mind to give your small business as a dedication to God. നിന്റെ ചെറിയ സാഹചര്യങ്ങളെ ദൈവത്തിൻ്റെ കയ്യിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുക. Give your little situations, very small situations, very unsatisfying situation to God. യേശു കർത്താവിൻ്റെ കരങ്ങളിൽ നിന്റെ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസത്തെ നീ കൊടുക്കാൻ മനസ്സുണ്ടായിരിക്കണം. You should have a mind to give the education of your children to the hands of God. എവിടെയാണോ മരുഭൂമിയുടെ അനുഭവം നിനക്കുള്ളത്, എവിടെയാണോ നീ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത്, അതെല്ലാം യേശുവിൻ്റെ കയ്യിലേക്ക് കൊടുക്കാൻ നിനക്ക് മനസ്സ് വരട്ടെ. Wherever you feel something fishy or wherever you feel some difficultiness, can you give that to God's hand? യേശു അത് വർദ്ധിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. God is desiring to, or He is planning to multiply that. വചനം കേൾക്കുന്നവനെ കരുതാൻ മറന്നു പോകുന്നവനല്ല എൻ്റെ യേശു. Our God is not a person who forget those who hear His word. നിങ്ങളിത് മരുഭൂമിയുടെ അവസ്ഥയിലിരുന്നാണ് വചനം കേൾക്കുന്നുവെങ്കിലും നിങ്ങളെ മറക്കുന്ന യേശുവല്ല എൻ്റെ യേശു. Even though you are hearing this word of God in the midst of a desert, God can do great for you. നിങ്ങളുടെ സ്ഥിതികളെ അറിയുന്ന ഒരു യേശുവാണ് നമ്മുടെ യേശു. Our God is a God who can know our situations. നിങ്ങളുടെ സങ്കടത്തെ യേശു നന്നായി അറിയുന്നു. He can know your sadness. നിങ്ങളുടെ വേദന യേശു നന്നായിട്ട് അറിയുന്നു. He can know your pain. നിങ്ങളുടെ സ്ഥിതിഗതികൾ യേശു നന്നായിട്ട് അറിയുന്നു. He can know your situations. യേശുവിന്റെ കരങ്ങളിലേക്ക് നിങ്ങളെ തന്നെ കൊടുക്കാൻ കഴിയുമോ? Can you give yourself to God? നിന്റെ കുടുംബത്തെ യേശുവിന്റെ കരങ്ങളിലേക്ക് കൊടുക്കാൻ മനസ്സുണ്ടോ? Can you give your family to the hands of God? വരുമാന മാർഗ്ഗങ്ങളെല്ലാം കർത്താവിന്റെ കരങ്ങളിലേക്ക് കൊടുക്കാൻ മനസ്സുണ്ടോ? Can you give all your income source to the hands of God? നിന്റെ തൊഴിൽ മേഖലകളെ കർത്താവിന്റെ കരങ്ങളിൽ കൊടുക്കാൻ മനസ്സുണ്ടോ? Can you give your job situation to the hands of God? ഇന്ന് സമർപ്പിക്കുക. ദൈവം വലുത് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. Can you dedicate yourself? God can do great for you. യേശുവിന്റെ വർദ്ധനവ് നീ അനുഭവിക്കാൻ പോവാണ്.
you're going to experience the multiplying power of God. യേശു കർത്താവ് വലുത് ചെയ്യും. God will do a great thing. നിങ്ങൾ വിശ്വസിക്കുക. Just believe in Him. നമുക്കൊന്ന് സമർപ്പിക്കാവോ? Can you dedicate yourself? ഇന്ന് കർത്താവ് വലുത് ചെയ്യും. Today God can do great ഞാൻ for നിങ്ങൾക്ക് you. വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുന്നു. We are desiring to pray for you. പ്രാർത്ഥിക്കാം. Let us pray. ഞങ്ങളധികമായി സ്നേഹിക്കുന്ന നല്ല ദൈവമേ, ഞങ്ങൾക്കുള്ളത് അങ്ങയുടെ കരങ്ങൾ നൽകുവാൻ ഞങ്ങളെ സഹായിക്കുന്ന ദൈവസ്നേഹത്തിനായി സ്തോത്രം. ചെറുത് അവിടുത്തെ കരങ്ങളിൽ നൽകിക്കഴിഞ്ഞാൽ അത് വലുതാകുമെന്ന് ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ അടിയൻ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ ഒപ്പം പ്രാർത്ഥിക്കുന്ന എല്ലാ സഹോദരങ്ങൾക്കായിട്ട് അടിയൻ പ്രാർത്ഥിക്കുന്നു. അവരുടെ ചെറുതും വലുതുമായിട്ടുള്ള നന്മകൾ അങ്ങയുടെ കരങ്ങളിലേക്ക് നൽകുമ്പോൾ ദൈവം അതിനെ അനുഗ്രഹിച്ചു കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവർ മനസ്സുകൊണ്ട് സമർപ്പിക്കുമ്പോൾ, അവർ കൈകൊണ്ട് സമർപ്പിക്കുമ്പോൾ അവരുടെ സകല മേഖലകളിലും അങ്ങയുടെ അനുഗ്രഹം നിറഞ്ഞു നിൽക്കണമെന്ന് അടിയങ്ങൾ പ്രാർത്ഥിക്കുകയാണ്, അപേക്ഷിക്കുന്ന കഥായി. അവരുടെ ഞെരുക്കങ്ങൾ മാറട്ടെ, മരുഭൂമിയുടെ അവസ്ഥകൾ മാറട്ടെ. ആ മരുഭൂമിയിലും എൻ്റെ ദൈവം ഇവരെ പോഷിപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദാരിദ്ര്യ ദുഃഖങ്ങൾ, ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ, ആശങ്കകൾ, ആകുലതകൾ, ഭക്ഷണത്തിന് വരെ ബുദ്ധിമുട്ടുന്ന സ്ഥിതിഗതികൾ, വരുമാന മാർഗങ്ങളിൽ വിള്ളൽ അനുഭവിച്ചിരിക്കുന്ന സ്ഥിതിഗതികൾ എല്ലാറ്റിലും കർത്താവ് വലിയ മാറ്റം കൊടുക്കുന്നുണ്ട്. നാമത്തിൻ്റെ മക്കളെ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. യേശുവിൻ നാമത്തിൽ പിതാവേ, ആമേൻ. Oh Lord, Heavenly Father, we thank you for this great evening. Lord, thank you for also giving us a great piece of bread from your word of God to satisfy our mind, to satisfy our desires, to satisfy our situation, Lord. Even if we are living our life in a situation that it is very difficult to handle by ourselves, Lord, you are worthy and you are powerful to change it. We believe it today that you can change every little situations, every difficult situation that we feel as a littleness, as a lowliness in our life. As we give it to your hands, you can multiply it, you can bless it, Jesus. Today, we are going to decide to give all our parts of life which are facing some difficulties, which are in a lowness. We are today giving it to you, Jesus. We believe that you can multiply it, you can bless it, you can fix it, you can make it perfect, Lord. We believe in you, Jesus. Lord, heal every mind that is facing very doubtful situations, who are facing a lot of confusion, Lord. Today, let their confusions and their doubtful situation may get to an end and they start living a life on faith, Jesus. Lord, please help them to live their life in your grace, Jesus. Thank you for hearing our prayer. In Jesus' name, amen. ആമേൻ.